ഗവൺമെന്റ് ജൂൺ 1-ാം തീയതി ഗവൺമെന്റ് പ്രസ്താവിച്ചൊരു പ്രസ്താവനയുണ്ട്. 2 കൊല്ലമായി പഠനം മൊബൈൽ ഫോണിലേക്ക്. അതുവരെ മൊബൈൽ ഫോൺ കയ്യിലേക്ക് കൊടുക്കാത്ത അമ്മയും അച്ഛനും പറഞ്ഞു, കൊടുക്ക്, പിടിക്ക്, തുറക്ക് ഇനി മൊബൈൽ ഫോൺ, ഇന്ന് നോക്കിയോടിഞ്ഞിയിലേക്ക്. കുട്ടി പറഞ്ഞത് പാതാളം പോലത്തെ ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ സന്തോഷവും എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം ഐറ്റക്ക് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചപ്പോൾ കൊടുത്തു നിങ്ങൾ മൊബൈൽ ഫോണിലേക്ക്. ഗവൺമെന്റ് 2 കൊല്ലങ്ങളെ മക്കളെ കുറിച്ച് പഠിച്ചു. ഗവൺമെന്റ് പറഞ്ഞതാരോ, കേരളത്തിൽ ഒരു സ്കൂളിൽ മിനിമം 2 മണിക്കൂറാണ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത് എങ്കിൽ, വാട്സപ്പിലായാലും സൂമിലായാലും ഏതിലായാലും ഗൂഗിൾ മീറ്റിലായാലും ക്ലാസ് ഉണ്ടായിരുന്നത് എങ്കിൽ കേരളത്തിലെ പ്രിയപ്പെട്ട മക്കൾ 20 മിനിറ്റ് മാത്രമേ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുള്ളൂ എന്ന്. പക്ഷെ 4.5 മണിക്കൂർ സമയം മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു പോലും. നിങ്ങളെ മക്കൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഈ പകുതിക്ക് മേലെ നിന്നാണ് ടീച്ചറെ നിലവിളി. ഇവൻ്റെ ആട്ടം എന്താണെന്നറിയോ നിങ്ങൾ? ഇതിൻ്റെ താഴെ നിന്ന് ഗെയിമിൻ്റെ ആട്ടം. അതുമാത്രമല്ല, ഗവൺമെന്റ് പറഞ്ഞ 2ാമത്തെ കാര്യമാണ് ഈ ഭീകരത. ഒരു രക്ഷകർത്താവിനും സഹിക്കാൻ പറ്റൂല. കേരളത്തിൽ ഓൺലൈനിൽ പഠിപ്പിച്ച 54.6% അധ്യാപകർക്ക് കണ്ണിന് വേദന, കണ്ണിന് കാഴ്ചക്കുറവ്, കഴുത്ത് വേദന, ആടിയും വേദന, ഫുൾ വേദന, ഫോണ് കാണുമ്പം ഭ്രാന്തെടുക്കുന്നു. അങ്ങനെ 54.6% മാഷന്മാർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന്, മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകളുണ്ട് എന്ന്. കേരളത്തിൽ 40% കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷനാണ് പോലും, സ്ക്രീൻ അഡിക്ഷനാണ് പോലും. അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ മകൾക്കത് വന്നിട്ടില്ലല്ലോ, ഇവിടെ സിൽവർ ഹിൽസിൽ പഠിച്ചിട്ടും വന്നിട്ടില്ല, പിന്നെ എൻ്റെ മോൾ എന്തിനാ പഠിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ല. എന്നിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ കേരളത്തിൽ ഓരോ ജില്ലയിലും മൊബൈൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്, പേടിക്കേണ്ട. സ്ക്രീൻ അഡിക്ഷൻ വന്നാൽ അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്.